നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹീന്ദ്രയുടെ നാസിക്കിലെ ഓഫ് റോഡ് ട്രാക്കിലാണ്. ഇവിടെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല. ഒരു ടയറിൻ്റെ, അതായത് ഒരു ലോഞ്ചിനോടനുബന്ധിച്ച് ആ ഒരു ടയറിൻ്റെ ഒരു ക്യാപ്പബിൾസ് കാണിക്കാനായിട്ട് ഒരു ഇവൻ്റ് ഇവിടെ നടത്തുകയാണ് ഇവോ ഇന്ത്യയും മഹീന്ദ്രയും കൂടിയിട്ട് സിയാറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് ടയറാണ്. ടയർ എന്ന് പറയുമ്പോൾ ഏകദേശം വിമാനത്തിൻ്റെ ചിറക് പോലെയാണ് വാഹനത്തിൻ്റെ ടയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ മികച്ച ടയറുകൾ നമുക്ക് വേണം എന്നുള്ളത് തീർത്തും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ സിയാറ്റ് എന്നിവിടെ ഇവരുടെ ക്രോസ് ഡ്രൈവ് ATയുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നമുക്കിന്ന് മഹീന്ദ്ര താറുമായിട്ട് ഒരു ഓഫ് റോഡ് ചെയ്യാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ താരങ്ങൾ നിൽക്കുന്നതിന് ഇവിടെ ആ ഒരു താറ് ഉയർത്തി വെച്ചേക്കുന്നത് ആ ഒരു സിയാറ്റിൻ്റെ ആ ഒരു ടയർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വണ്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു ടയറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു പ്രത്യേകതകളും അല്ലെങ്കിൽ ആ ഒരു ടയറിൻ്റെ ക്യാപ്പബിലിറ്റീസും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. സ്വാഗതം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. അപ്പോൾ ഇതാണ് സിയാറ്റിൻ്റെ ക്രോസ് ഡ്രൈവ് AT എന്ന് പറയുന്ന ടയറുകൾ ഡിസ്പ്ലേ ആയിട്ട് വെച്ചേക്കുന്നത്. SUV ടയറുകളാണിത്. മഹീന്ദ്ര താർ, സ്കോർപ്പിയോ അല്ലെങ്കിൽ ടാറ്റയുടെ ഒരു സഫാരി അങ്ങനെയുള്ള വണ്ടികളൊക്കെ തന്നെ ഈ ഒരു ടയർ സ്റ്റോക്കായിട്ടും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരിത്തിരി ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്ന ആളുകൾ, കുറച്ച് ലൈഫ് വേണമെന്ന് തോന്നുന്ന ആളുകൾ, ടയറിൻ്റെ ലൈഫ് വേണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളുകൾ, അങ്ങനെ ആളുകൾക്കൊക്കെ പറ്റിയൊരു ടയറാണ് ഈ ഒരു സിയാറ്റിൻ്റെ ക്രോസ് ഡ്രൈവ് AT എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ടയറിൻ്റെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം പറയാം. എല്ലാവരും ഓഫ് റോഡ് ഇവന് തയ്യാറായി കഴിഞ്ഞു വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷേ ഓഫ് റോഡിൻ്റെ ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒബ്സ്റ്റക്കിൾസ് നടന്ന് നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടി, എല്ലാവരും നമ്മുടെ ആ ഒരു കാൽനടയായിട്ട് ആ ഒരു ഒബ്സ്റ്റക്കിൾസിലൂടെ നടക്കുകയാണ് നമ്മുടെ ഇൻസ്ട്രക്ടറെ പിറകെ. ആ നടത്തമാണ് വണ്ടിയുടെ ആ ഒരു പാത നമുക്ക് കാണിച്ചു തരുന്നത്, എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, ഏതൊക്കെ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ കവർ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ശരിക്കും ആദ്യം ഒന്ന് നടന്ന് നോക്കേണ്ടതുണ്ട്. നടന്ന് നോക്കാനായിട്ട് ഒരുപാട് പ്രതലങ്ങളുണ്ട് ഇവിടെ. വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ കുറേ അധികം ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിലൂടെയൊക്കെ ആദ്യം ഒന്ന് നടന്ന് നോക്കാം. എന്തായാലും ഈ പുള്ളിയുടെ കൂടെ നടന്ന് നോക്കിയിട്ട് വേണം വണ്ടി എടുത്ത് ഓടിക്കാനായിട്ട്. താറും ടയറുകളും ആ ഒരു രണ്ട് നിരക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ക്രോസ് ഡ്രൈവ് AT എന്ന് പറയുന്ന സീറ്റിൻ്റെ ടയർ. ഇതിന് പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ 5 സ്റ്റാർ ആ ഒരു സേഫ്റ്റിയുടെ ഒരു കാര്യമുണ്ട്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം തന്നെ വിശദമായി തന്നെ പറയാട്ടോ. ഇപ്പോൾ ഈ ഒരു വണ്ടി നിൽക്കുന്നുണ്ടല്ലേ, ഇത് കയറ്റി വെച്ചിട്ടാണ് പാറയ്ക്ക് പുറത്ത്. ഇങ്ങനെ കയറി നിൽക്കുന്ന താറിൻ്റെ ഒരു വീല് എയറിലാണെന്ന് കാണാം കേട്ടോ. അപ്പോൾ വീൽ എയറിലാണെന്നുള്ളതല്ല, ആ ടയർ ഏതാണ് എന്നുള്ളതാണ്. 2 ട്രാക്കുകൾ, അത് 2 ആയിട്ട് തിരിച്ചേക്കാണ്. കുറച്ച് ട്രാക്കുകൾ ഇവിടെയും കുറച്ച് ട്രാക്കുകൾ അവിടെയും, ഒബ്സ്റ്റക്കിൾസ്. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പോകണം. അതായത് ഇതാണ് വണ്ടി. ഈ വണ്ടിയിൽ ഞാൻ 3-മോ 4-മോ ആയിട്ടാണ് കയറുന്നത്. കാരണം 5 പേരുണ്ട്. അപ്പോൾ 5 പേരുമ്പോൾ എനിക്ക് ആ ഒരു ഓഫ് റോഡിലെ അല്ലെങ്കിൽ ആ ഒരു ഔട്ട് സൈഡ് എടുക്കുന്നതൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ 2-മത് കയറാം അല്ലെങ്കിൽ 3-മത് കയറാൻ വെച്ചിരിക്കുകയാണ്. വണ്ടി ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇനി ഈ ടയറിൻ്റെ 4 പ്രത്യേകതകളാണ് പറയാൻ പോണത്. 4 പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് ആ ഒരു ബ്രോഡർ വിഡ്ത്താണ്. ആ ഒരു വിഡ്ത്ത് കണ്ടോ, തീർത്തും ഒരു പ്രസൻസ് കൊടുക്കുന്ന ഒരു ടയറാണത് വണ്ടിക്ക്. അത് മാത്രമല്ല, ഈ ഒരു ഡീപ്പ് ത്രെഡ് പാറ്റേണിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിനുമപ്പുറം ഷോക്ക് അബ്സോർവ് ഉള്ള ആ ഒരു ക്യാപ്പബിലിറ്റീസ് ആണ്. അത് മാത്രമല്ല, അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ കാണാനും ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ടയറുകൾ തീർത്തും ഒരു വണ്ടിയുടെ ഒരു വൈറ്റൽ കോമ്പോണൻ്റ് ആണ്. നല്ല ടയറുകളാണ് നല്ല പെർഫോമൻസ് വണ്ടിക്ക് തരിക. അങ്ങനെ നോക്കുമ്പോൾ തീർത്തും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ടയർ ഇടുക എന്നുള്ളതാണ് ഒരു വണ്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. ഇപ്പോൾ മഹീന്ദ്ര താറിന് അല്ലെങ്കിൽ മഹീന്ദ്രയുടെ സ്കോർപ്പിയോയ്ക്ക്, അതല്ലെങ്കിൽ ടൊയോട്ട ഫോർച്യൂണിന്, ടാറ്റ ഹെക്സ, ടാറ്റ അല്ലെങ്കിൽ എന്താ പറയുക ഹാരിയർ, സഫാരി അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ ഒരു ടയർ ബേസിക്കലി സ്റ്റോക്കായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് ഈ ഒരു ടയറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അതിലൊന്ന് ഓപ്പൺ ത്രെഡ് പാറ്റേൺ ആണ്. ഒരിത്തിരി അഗ്രസീവായിട്ടുള്ള രൂപമുള്ള ഈ ഒരു ടയറിൻ്റെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വണ്ടിക്ക് അത്യാവശ്യം ഒരു റോഡ് പ്രസൻസും ലുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടാതെ സുപ്പീരിയർ ആയിട്ടുള്ള ഗ്രിപ്പ് ആ ഒരു സ്ലിപ്പറി സർഫേസിലൊക്കെ നൽകാനും ഈ ഒരു അഗ്രസീവ് ലുക്കിലുള്ള ഈ ഒരു ഓപ്പൺ ത്രെഡ് പാറ്റേണിന് കഴിയും. ഇനിയുള്ളത് റഗ്ഗഡ് ആയിട്ടുള്ള ഷോൾഡർ ഡിസൈനാണ്. അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി നൽകാനായിട്ട് അത് സഹായിക്കും. ഏത് ടെറൈനിലും എങ്ങനെ റോഡുകൾ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് തീർത്തും അത് പേടിക്കാതെ, ടയർ പൊട്ടുന്നുള്ള പേടിയൊന്നുമില്ല ഓടിക്കാനായിട്ട് ആ ഒരു ഷോൾഡർ ഡിസൈനിൻ്റെ ആ ഒരു റഗ്ഗഡ്നെസ് സഹായിക്കുന്നതാണ്. 6 ആക്ട് ട്രാക്ഷൻ ഡൂസ് എന്ന് പറയുന്നത് കൂടുതൽ ട്രാക്ഷനും ഗ്രിപ്പിനും വേണ്ടിയിട്ടാണ്. അതായത് വെറ്റ് സർഫേസിലൊക്കെ അത് ഈ ടയറിൻ്റെ പ്രത്യേകതയാണ്. സ്റ്റോൺ എജക്റ്റേഴ്സ് ഉണ്ട്. അതായത് കല്ലൊക്കെ അകത്ത് വന്നാലേ, കല്ലും അതുപോലുള്ള കല്ലൊക്കെ വന്നാൽ അതങ്ങ് പുറത്തേക്ക് കളയാനുള്ള ഒരു എന്താ പറയുക സെൽഫായിട്ടുള്ള ആ ഒരു കാര്യമുണ്ട്. അതുമാത്രമല്ല കട്ടൊന്നും ഉണ്ടാവില്ല ടയറിനകത്ത് ആ ഒരു കല്ല് കൊണ്ടിട്ട്.
കൂടാതെ ത്രെഡ് അറേഞ്ച്മെൻറ്റ് എക്സലൻ്റ് ആണ്. എന്ന് വെച്ചാൽ ചളിയൊക്കെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഇനി ലോവർ ലാറ്ററൽ വോയിഡ് എന്ന് പറയുന്നത് ഈ ടയറിൻ്റെ ഔട്ടർ ബ്ലോക്കുകളുടെ മൂവ്മെൻറ്റ് റിസ്ട്രിക്റ്റ് ചെയ്തിട്ട് റോഡ് നോയ്സൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ തീർത്തും സൈലൻ്റ് ആയിട്ടുള്ള റൈഡ് കൂടി ഈ ഒരു ടയറിൻ്റെ പ്രത്യേകതയാണെന്നുള്ളതാണ്. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് 5 സ്റ്റാർ BEE ലേബലോട് കൂടിയ ടയറാണ് ക്രോസ് ഡ്രൈവ് എന്നുള്ളതാണ്. ഈ 5 സ്റ്റാർ BEE ലേബൽ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് പവറിൻ്റെ കീഴിലുള്ള ദ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി നൽകുന്ന അവാർഡാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഈ ഒരു ടയറിനുണ്ട്, ടയറിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ സേഫായിട്ടുള്ള ടയർ കൂടിയാണ് ഈ ഒരു ടയർ എന്നുള്ളത് തന്നെയാണ്. ഈ ഓഫ് റോഡ് ട്രാക്കിൽ ശരിക്കും രണ്ടായിട്ട് തിരിച്ചേക്കണം, അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പോയിട്ട് അപ്പുറത്ത് കൂടെ പോകുന്ന പറഞ്ഞു. കുറച്ച് ഒബ്സ്റ്റിക്കിൾസ് ഉണ്ട്. ഇവിടെ മഴ ആയി കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമെന്ന് പറഞ്ഞു. ശരിയായിരിക്കും, കാരണം ഞാൻ പലപ്പോഴും ഫൈസൽ ഖാൻ്റെ പോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നമ്മളിത് സ്പ്ലാഷ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഞാൻ പക്ഷേ സ്പ്ലാഷ് ചെയ്യാൻ ഉദ്ദേശിക്കില്ല. വളരെ സേഫ് ആൻഡ് സൗണ്ടായിട്ട് ഒരു ഓഫ് റോഡ് ചെയ്യാം. ഈ ടയറിൻ്റെ ഒരു ക്യാപ്പബിലിറ്റീസ് അറിയണം. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് പോകാം. ഇനി ഈ കയറ്റം കയറണം. കയറ്റം കയറാന്ന് പറഞ്ഞാൽ മിക്കവാറും ഫസ്റ്റ് ഇട്ട് കയറാം. ഓക്കെ, യെസ് യെസ്. Stop. Can you stop? Yeah. Okay. Now again same. Clutch and brakes. Yeah, sure. Slowly drop it down. That's it. That's it. Okay. An inch forward. An inch forward. That's it. പേരിലാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ. Done? Drop it. Yes. Okay. 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 So you're ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. ശരിക്കും ഗിയറിൽ ആ ഒരു ക്രോളി ഇറങ്ങിയപ്പോൾ, ക്രോളി എന്ന് പറയുമ്പോൾ ശരിക്കും വണ്ടിക്കൊരു ഗിയറിൽ ആ ഒരു ലോ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വണ്ടി കൂടെ നടക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ വാക്ക് വിത്ത് കാർ അല്ലെങ്കിൽ വാക്ക് വിത്ത് താർ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ അവർ കാണിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു ലോയിലിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കോളും. അതായത് ഏകദേശം ഒരു 5 കിലോമീറ്റർ സ്പീഡിനുള്ളിൽ ഇങ്ങനെ പൊക്കോളും. 5 ഇല്ല, 2-3 ഉള്ളൂ. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ കൂടെ. അതുകൊണ്ടാണ് വാക്ക് വിത്ത് ആ ഒരു താർ എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. എനിക്കൊന്ന് പലരും ചെയ്ത് കണ്ടത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒബ്സ്റ്റിക്കിൾസ് കവർ ചെയ്യുമ്പോൾ ശരിക്കും വീണ്ടും പറയുന്നത് ടയറിൻ്റെ കാര്യമാണ്. ഈ ഒരു കട്ടറോട്ട് കൂടെ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടയറിൻ്റെ ഒരു പെർഫോമൻസ് തീർത്തും കിട്ടും. സ്ലഷിൽ നമ്മൾ ഓടിച്ചപ്പോൾ ഈ ഒരു വണ്ടി കാണിച്ച ഒരു സംഗതി ഉണ്ട്. അതായത് അവിടെ വെലിഞ്ഞ് കയറാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ ഒന്ന് കാല് കൊടുത്തപ്പോൾ വണ്ടി പറന്ന് കയറിപ്പോയ സംഗതി ഉണ്ട്. ആ പറന്ന് കയറിപ്പോയ സംഗതി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ടയറിൻ്റെ കാര്യം ഇവിടെ കാണാം. കാരണം ശരിക്കും ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നല്ല പറയാം, ഒന്നുകൂടി പറയുമ്പോൾ ആ ഒരു ട്രാക്ഷനൊക്കെ തീർത്തും കിട്ടുന്ന അല്ലെങ്കിൽ നല്ല കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ടയർ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു സിയാറ്റിൻ്റെ ടയറിനെ കാണുന്നത്. ഈ ഒരു ടയറിൻ്റെ കാര്യം പറയുമ്പോൾ തീർത്തും മികച്ച ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ആർട്ടിക്കുലേഷനാണ് ഇവിടെ ശരിക്കും കാണുന്നത്. ഈ ഒരു പ്രസ്റ്റേഷൻ തോന്നുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി മറയ്ക്കാൻ എളുപ്പമാണ് ഇവിടെ എന്നുള്ളത്. നമ്മൾ മറയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ള കാര്യം. സോ ഐ എം ഡൺ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഫ് റോഡ് റൈഡ് കഴിഞ്ഞു. നമ്മൾ ഇവിടെ 2 റൗണ്ട് ഓടിച്ചു, അവിടെ 3 റൗണ്ട് ഓടിച്ചു, കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ച ടയർ എന്ന് പറയുന്നത് സിയാറ്റ് ക്രോസ് ഡ്രൈവ് ഓൾ ടെറൈൻ ആണ്. അപ്പോൾ ആ ഒരു ടയർ എന്ന് പറയുന്നത് SUV-കൾക്ക് ചേർന്ന ഒരു ടയർ തന്നെയാണ് എന്നാണ് തോന്നിയത്. അപ്പോൾ അതാണ് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ടയറിൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട് ഒരു SUV അല്ലെങ്കിൽ SUV കൊണ്ട് ഓടിക്കാവുന്ന പ്രതലങ്ങളിലൂടെ വണ്ടി ഓടിച്ച് നോക്കുക എന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല ടയറാണ്. നിങ്ങൾ ടയർ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടയറിൻ്റെ ഒരു കാര്യം അത് ചേഞ്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. സിയാറ്റിൻ്റെ ടയർ എന്ന് പറയുന്നത് അത്യാവശ്യം ലൈഫുള്ള, അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള, അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു ടയർ തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് ഒന്നിൻ്റെ കരുതണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെയും നന്ദി, നമസ്കാരം.